നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ഫെബ്രുവരി 17 KSTA LSS വിദ്യാർത്ഥികൾക്കായി നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പൊതുവിജ്ഞാനം ഭാഗത്തെ ചോദ്യോത്തരങ്ങളുടെ അവലോകനമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. ഓക്കെ, നോക്കൂ. LSS മാതൃകാ പരീക്ഷ ഫെബ്രുവരി 2024, പേപ്പർ 1, പാർട്ട് സി, പൊതുവിജ്ഞാനം. ആകെ സ്കോർ 10 മാർക്ക്. 10. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. 15 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിന് നേരെയും സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആര്? ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആര്? ഓപ്ഷൻസ്: MS സുബ്ബലക്ഷ്മി, ലതാ മങ്കേഷ്കർ, രവിശങ്കർ, ഭീംസൻ ജോഷി. MS സുബ്ബലക്ഷ്മി, ലതാ മങ്കേഷ്കർ, രവിശങ്കർ, ഭീംസൻ ജോഷി. ആരാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ? ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മി. ഓപ്ഷൻ എ, MS സുബ്ബലക്ഷ്മി. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആര്? ഓപ്ഷൻസ്: ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക. ഓപ്ഷൻസ്: ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക. ഏതാണ് 2023 ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ? ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2023 ലോകകപ്പ് ചാമ്പ്യന്മാർ. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻസ്: പ്രത്യാശ, സഹിതം, കൈവല്യ, വിമുക്തി. ഏതാണ്? ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: പ്രത്യാശ, സഹിതം, കൈവല്യ, വിമുക്തി. ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ഓക്കെ, ഇതാണ് ആൻസർ, വിമുക്തി. ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന്? ഓസോൺ ദിനം ജൂൺ 5, സെപ്റ്റംബർ 5, സെപ്റ്റംബർ 16, ഒക്ടോബർ 31. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓപ്ഷൻ സി, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ക്യൂബ, മാലിദ്വീപ്, മൊനാക്കോ, വത്തിക്കാൻ സിറ്റി. ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. 20ാമത്തെ ചോദ്യം. 2023 വയലാർ അവാർഡ് നേടിയത് ആര്? 2023 വയലാർ അവാർഡ് നേടിയത് ആര്? ആരാണ് 2023 വയലാർ അവാർഡ് നേടിയത്? ശ്രീകുമാരൻ തമ്പി. ആരാണ്? ശ്രീകുമാരൻ തമ്പി. 21ാമത്തെ ചോദ്യം. നക്ഷത്രാമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏത്? നക്ഷത്രാമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏത്? ഉത്തരം ചിന്നാർ. ഏതാണ്? ചിന്നാർ. കൂട്ടുകാരെ, ഇതുവരെയും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 22ാമത്തെ ചോദ്യം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം ഏത്? ഏതാണ്? കഥകളി. ഉത്തരം ഏതാണ്? കഥകളി. കഥകളിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത 23ാമത്തെ ചോദ്യം. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആര്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആര്? ആരാ?
അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലേ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അതാണ് അക്കിത്തത്തിൻ്റെ പൂർണ്ണ നാമം. എന്താ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. എക്സാമിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുവിജ്ഞാനത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ആരാ? സലീം അലി. ആരാണ്? സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.